എല്ലാവർക്കും സ്വാഗതം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ എല്ലാ വീഡിയോ കാണുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുകയാണെന്ന് തോന്നുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മളുടെ കോർപ്പറേറ്റ് ഇൻസ്പെക്ടറുടെ സിലബസ് പ്രകാരമുള്ള 4ാമത്തെ പാർട്ടായിട്ടുള്ള മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് കേരളം എന്നുള്ള ആ ടോപ്പിക്കില് ക്രിപ്കോയെ കുറിച്ചാണ്. ക്രിപ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിപ്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇഫ്കോ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇഫ്കോ എന്താണ്? ഇഫ്കോ ഒരു ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇഫ്കോ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ് ക്രിപ്കോ എന്നതും. ഗ്രിപ്കോ വലിയൊരു പേരൊക്കെ, നല്ല അടിപൊളി പേര് ഒക്കെ കേൾക്കാം. പക്ഷെ അതൊരു വളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പൊ എന്താണ്, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തിനെ കുറിച്ച് പഠിക്കുമ്പോഴും അതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം, എന്ന് രജിസ്റ്റർ ചെയ്തെന്നുള്ള പഠിക്കണം, എന്ന് ആരംഭിച്ചു എന്ന് പഠിക്കണം. അതുപോലെ തന്നെ എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പൊ ഇതില് നമുക്ക് എക്സ്പാൻഷൻ ആണ് ആദ്യം പഠിക്കേണ്ടത്. ക്രിപ്കോ പേര് ശ്രദ്ധിക്കുക. KRIBHCO ക്രിപ്കോ. കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. കൃഷക് ക്രി, ഭാരത് BH, കോപ്പറേറ്റീവ് CO. അപ്പൊ ക്രിപ്കോ. കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ക്രിപ്കോ. ഓപ്ഷനിൽ കൃഷക് ഭാരത് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് കാണാം, കൃഷ്ണ ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് കാണാം, കൃഷ്ണ ഭാരത് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് കാണാം. അങ്ങനെ പല ഓപ്ഷൻസും നമ്മളിങ്ങനെ എക്സാം പേപ്പറിൽ കാണാം. ശ്രദ്ധിക്കുക, പെട്ടെന്ന് ചാടി വീണ് കൃഷക് എന്ന് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ചാടി വീഴും. ചിലപ്പോ കൃഷ്ണ ഭാരതിന്നായിരിക്കും. പെട്ടെന്ന് കൃഷ്ണയായിരിക്കോ? അങ്ങനെ ഒന്നുമില്ല. കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ക്രിപ്കോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്രിപ്കോ? കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ക്രിപ്കോ രജിസ്റ്റേർഡ് അണ്ടർ ദി MSCS ആക്ട്. MSCS ആക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. നമുക്കറിയാം എന്താണ് നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരും. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഒരു സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് വെക്കാം. ഉദാഹരണത്തിന് നമ്മളൊരു ഹൗസ് ബോട്ട് ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് കേരളത്തിൽ മാത്രമാണ് അതിന് പ്രവർത്തന പരിധിയുള്ളത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുക. എന്താണ് അത്? കേരളത്തിൽ മാത്രം പ്രവർത്തന പരിധിയുള്ളത് കൊണ്ട് ആ കേരളത്തിന്റെ ആക്ട് ആയ KCS ആക്ട് 1969 പ്രകാരം രജിസ്റ്റർ ചെയ്യും. അപ്പൊ ഏത് സ്റ്റേറ്റും ആകട്ടെ അവിടെ പ്രവർത്തന പരിധിയുള്ളത് അതിനോടനുബന്ധിച്ചുള്ള ആ ഒരു ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു സഹകരണം. അതുകൊണ്ട് ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ആക്ടുകളുണ്ട്. അത് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുക. എന്നാൽ രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകൾ പ്രവർത്തന പരിധിയുള്ള ഓരോ സഹകരണ സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ എന്താണ് പ്രവർത്തന പരിധിയുള്ള കൃഷക് ഭാരതി, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡിന് പ്രവർത്തന പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. അപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലായല്ല? ക്രിപ്കോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. ക്രിപ്കോ വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 17th April 1980. ക്രിപ്കോ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നാണ് അത് നിലവിൽ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 17th April 1980. 1980 ഏപ്രിൽ 17 ക്രിപ്കോ നിലവിൽ വന്നത്. 1980 ഏപ്രിൽ 17 ക്രിപ്കോ നിലവിൽ വന്നത്. 1980 ഏപ്രിൽ 17. ക്രിപ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശില്. നമ്മള് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചു. കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ എന്താണ് വാംനിക്കും പൂനെ പഠിച്ചു. കുറേ സ്ഥലങ്ങളിൽ എന്താ പറയാ, ഡൽഹി പഠിച്ചു, മുംബൈ പഠിച്ചു. നമ്മൾ ഇത്ര നാളായിട്ട് ഉത്തർപ്രദേശിലൊന്നും പഠിച്ചിട്ടില്ല. എന്നാ പഠിക്കുക. ക്രിപ്കോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശ്. ആൻസർ കീഴിൽ ചിലപ്പോൾ ഉത്തർപ്രദേശ് എന്നായിരിക്കില്ല തരാ, നോയിഡ എന്നായിരിക്കും. എന്നാണ്? ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്
ക്രിപ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ക്രിപ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ക്രിപ്കോ ഭവൻ A10 സെക്ടർ 1 നോയിഡ ഉത്തർപ്രദേശ്. അതിന്റെ അഡ്രസ് ഞാൻ മുഴുവനായിട്ട് തന്നിട്ടുണ്ട്. എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ കിട്ടണം. എവിടെ നിന്ന് എന്തൊക്കെ കിട്ടണം അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം വലിച്ചുമാരി പഠിക്കേണ്ട, എല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും അത് മുഴുവൻ നമ്മൾ കവർ ചെയ്യാം. ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ക്രിപ്കോ ഭവൻ A10 സെക്ടർ 1 നോയിഡ ഉത്തർപ്രദേശ്. Krishak Bharati Cooperative Limited, KRIPCO, is a central government cooperative under the ownership of Ministry of Cooperation, Government of India, that manufactures fertilizers, mainly urea. അതായത് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്, ക്രിപ്കോ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ, നമുക്കറിയാം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇന്ത്യ ആകമാനം അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ട് പ്രകാരം ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഇപ്പൊ നമുക്കറിയാം അടുത്ത കാലത്തായിട്ട് മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ, അതുവരെ നമ്മൾക്ക് അഗ്രികൾച്ചർ മിനിസ്റ്ററുടെ കീഴിലായിരുന്നു സഹകരണ സ്ഥാപനങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. എന്തുകൊണ്ടെന്നാൽ സഹകരണം എന്ന് പറയുന്നത് 1919 മുതൽ സംസ്ഥാന വിഷയമായി മാറിയതാണ്. 1919 മോണ്ടെ ചെംസ്ഫോർഡ് റിഫോംസിന്റെ ഫലമായി ഉണ്ടായ എന്താണ് പ്രവിശ്യ ഗവൺമെന്റുകളൊക്കെ വന്ന് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്ത് സംസ്ഥാന വിഷയമായി എന്തിനു മാറ്റി? സഹകരണത്തെ മാറ്റി. അതുകൊണ്ട് തന്നെ എന്താണ് സഹകരണം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു, ഓരോ സംസ്ഥാനങ്ങളുടേതായിട്ട് മാത്രമായിരുന്നു. സെൻട്രലിൽ അതിനൊരു മിനിസ്ട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് സെൻട്രലിൽ ഒരു മിനിസ്ട്രി വന്നു. പ്രാധാന്യത്തോടു കൂടി തന്നെ സെൻട്രൽ ഗവൺമെന്റും സഹകരണ പ്രസ്ഥാനങ്ങൾ ഉറ്റുനോക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് കോപ്പറേഷന്റെ കീഴിലാണ് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കോപ്പറേഷന്റെ കീഴിലാണ് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് പ്രവർത്തിക്കുന്നത്? അത് ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയിട്ടാണ്, വളങ്ങൾക്ക് വേണ്ടി. അതായത് കൃഷി സംബന്ധമായ നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വളങ്ങൾക്ക് വേണ്ടിയാണ് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ക്രിപ്കോ സ്ഥിതി ചെയ്യുന്നത്, ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട വളം എന്ന് പറയുന്നത് യൂറിയാണ്. അതാണ് മെയിൻലി യൂറിയ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇഫ്കോ എന്തിനു വേണ്ടി? ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി. ഇഫ്കോ ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി ആരംഭിച്ചതാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങള്, ഒരുപാട് പ്രൊഡക്റ്റുകൾ അവര് സെയിൽ ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇഫ്കോയുടെ പ്രധാനപ്പെട്ട ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് യൂറിയയാണ്. അതുപോലെ തന്നെ ക്രിപ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂറിയ തന്നെയാണ്. കോപ്പറേറ്റീവ്സ് ആൻഡ് ബിയോണ്ട്. കോപ്പറേറ്റീവ്സ് ആൻഡ് ബിയോണ്ട് ഈസ് ദ സ്ലോഗൻ ഓഫ് ക്രിപ്കോ. ക്രിപ്കോയുടെ സ്ലോഗൻ എന്താണ്? ക്രിപ്കോയുടെ സ്ലോഗനാണ് സഹകരണ സ്ഥാപനങ്ങളും അതിനപ്പുറവും എന്ന് പറയും മലയാളത്തില്. കോപ്പറേറ്റീവ്സ് ആൻഡ് ബിയോണ്ട്. കോപ്പറേറ്റീവ്സ് ആൻഡ് ബിയോണ്ട് ഈസ് ദ സ്ലോഗൻ ഓഫ് ക്രിപ്കോ. കോപ്പറേറ്റീവ്സ് ആൻഡ് ബിയോണ്ട് ഈസ് ദ സ്ലോഗൻ ഓഫ് ക്രിപ്കോ. ക്രിപ്കോയുടെ സ്ലോഗൻ എന്താണ്? കോപ്പറേറ്റീവ്സ് ആൻഡ് ബിയോണ്ട്. ക്രിപ്കോ ഈസ് ഓൾവേസ് കോൾഡ് വേൾഡ് പ്രീമിയം ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസിംഗ് കോപ്പറേറ്റീവ്സ്. ക്രിപ്കോനെ എപ്പോഴും വിളിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ക്രിപ്കോ അറിയപ്പെടുന്നത് എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രീമിയം ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സഹകരണ സ്ഥാപനം എന്നാണ് ക്രിപ്കോയെ അറിയപ്പെടുന്നത്. ക്രിപ്കോ ഈസ് ഓൾവേസ് കോൾഡ് വേൾഡ് പ്രീമിയം ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസിംഗ് കോപ്പറേറ്റീവ്സ്. ക്രിപ്കോ ഈസ് ഓൾവേസ് കോൾഡ് വേൾഡ് പ്രീമിയം ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസിംഗ് കോപ്പറേറ്റീവ്സ്. ക്രിപ്കോ ഈസ് ഓൾവേസ് കോൾഡ് വേൾഡ് പ്രീമിയം ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസിംഗ് കോപ്പറേറ്റീവ്സ്. അപ്പൊ എന്താണ് ക്രിപ്കോ എന്നറിയപ്പെടുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രീമിയം, ഏറ്റവും നല്ല വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ക്രിപ്കോ എന്ന് പറയുന്നത്. ക്രിപ്കോ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചർ ഇൻ ദ വേൾഡ്. ക്രിപ്കോ എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ്. അതായത് യൂറിയയുടെ രണ്ടാമത്തെ മാനുഫാക്ചറിങ് ആരാണ്? ക്രിപ്കോ ആണ്. നമുക്ക് വളരെയധികം അഭിമാനിക്കാം. ആദ്യത്തെ ഏതാണ്? ഇഫ്കോ ഇന്ത്യയുടെ സ്ഥാപനമാണ്. അതുപോലെ തന്നെ യൂറിയ മാനുഫാക്ചർ ചെയ്യുന്ന രണ്ടാമത്തെ സഹകരണ സ്ഥാപനം എന്ന് പറയുന്നത് ക്രിപ്കോയാണ്. അതായത് ഇഫ്കോയും ക്രിപ്കോയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സ്ഥാപനങ്ങളാണ് ഇഫ്കോ എന്നതും ക്രിപ്കോ എന്നതും. രണ്ടും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഇഫ്കോ എന്നതാണ് ഫസ്റ്റ് ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചർ ഇൻ ദ വേൾഡ് ആണെങ്കിൽ ക്രിപ്കോ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചർ ഇൻ ദ വേൾഡ്.
ക്രിപ്കോയുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്കറിയാം യൂറിയ അല്ലെ, മെയിൻ പ്രൊഡക്ട്സ് ഓഫ് ക്രിപ്കോ യൂറിയ. അടുത്ത എന്താണ് അമോണിയ, ബയോ ഫെർട്ടിലൈസർ ആൻഡ് ആർഗൻ സീഡ്സ്. എന്താണ് യൂറിയ, അമോണിയ, ബയോ ഫെർട്ടിലൈസർ, ആർഗൻ സീഡ്സ്. എന്തൊക്കെയാണ് യൂറിയ, അമോണിയ, ബയോ ഫെർട്ടിലൈസർ ആൻഡ് ആർഗൻ സീഡ്സ്. ആർഗൻ സീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സീഡ് അല്ല അത്. ശരിക്കും പറഞ്ഞാൽ മൊറോക്ക എന്ന് പറയുന്ന ഒരു കൺട്രിയില് ആർഗൻ ട്രീയിൽ ഉണ്ടാകുന്ന ഒരു സീഡാണ് ആർഗൻ സീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുപാട് കേൾക്കുന്നുണ്ടാവും തലമുടി വളരാനും മറ്റുള്ള സ്കിൻ സൗന്ദര്യ സംരക്ഷണ ഇത് ഒരു ഓയിലാണ് ആർഗൻ സീഡ്സ് എന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ആർഗൻ സീഡ്സിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആദ്യ കാലഘട്ടത്തിൽ എന്താണ് ആർഗൻ സീഡ്സ് നമുക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ യൂട്യൂബ് ഒക്കെ തുറന്നു നോക്കിയാൽ ആർഗൻ സീഡ്സിനെ കുറിച്ചൊക്കെ കുറെ വീഡിയോസ് ഒക്കെ കാണാം. അപ്പൊ എന്താണ് ആർഗൻ സീഡ്സും അതുപോലെ ബയോ ഫെർട്ടിലൈസർ, അമോണിയ, യൂറിയ, ഇതൊക്കെയാണ് ക്രിപ്കോയുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ക്രിപ്കോ ഹാവ് അമോണിയം പ്ലാന്റ് സിറ്റുവേറ്റഡ് ഇൻ ഹസിറ, ഗുജറാത്ത്. ക്രിപ്കോയ്ക്ക് ഒരു അമോണിയം പ്ലാന്റ് ഉണ്ട്. എന്താണ് അമോണിയയുടെ ഒരു വലിയ പ്രൊഡക്ഷൻ ഉണ്ട് അമോണിയക്ക് അല്ലെ ക്രിപ്കോയ്ക്ക്. അതിനൊരു പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഹസിറ, ഗുജറാത്ത് ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിപ്കോ ഹാവ് അമോണിയം പ്ലാന്റ് സിറ്റുവേറ്റഡ് ഇൻ ഹസിറ, ഗുജറാത്ത്. ക്രിപ്കോ ഹാവ് അമോണിയം പ്ലാന്റ് സിറ്റുവേറ്റഡ് ഇൻ ഹസിറ, ഗുജറാത്ത്. അതർ ഫാക്ടറീസ് ഓഫ് ക്രിപ്കോ ഇസ് സിറ്റുവേറ്റഡ് ഇൻ. ക്രിപ്കോയുടെ മറ്റുള്ള ഫാക്ടറികൾ എവിടെയൊക്കെയാണ് സിറ്റുവേറ്റ് ചെയ്തതെന്ന് വെച്ചാല് വാരണസി, യുപിയിലെ വാരണസി എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഉത്തർപ്രദേശിലെ വാരണസിയില് ക്രിപ്കോയുടെ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ലാഞ്ചിയിലും ക്രിപ്കോയുടെ ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അമോണിയം പ്ലാന്റ് എവിടെയാണ്? ഹാസിറ, ഗുജറാത്തിലെ ഹസിറയിലാണ് അമോണിയം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ക്രിപ്കോയ്ക്ക് വേറെ ഫാക്ടറികൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ വാരണസിയിലും മഹാരാഷ്ട്രയിലെ ലാഞ്ചിയിലും. എവിടെയൊക്കെയാണ്? ഉത്തർപ്രദേശിലെ വാരണസിയിലും മഹാരാഷ്ട്രയിലെ ലാഞ്ചിയിലും. KBSK എന്ന് പറഞ്ഞാൽ കൃഷക് ഭാരതി സേവാ കേന്ദ്രാസ്. ഫുൾ ഫോം ഞാൻ പറഞ്ഞിട്ട് എക്സ്പാൻഷൻ കണ്ട പഠിക്കുക. ചിലപ്പോ നിനക്ക് ഇതിന്റെ നമുക്കറിയാം ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് കുറച്ചിങ്ങനെ ചോദിക്കാം. അപ്പൊ അതിൽ കൃഷക് ഭാരതി സേവാ കേന്ദ്ര എന്താണ്, എന്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിപ്കോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? കൃഷക് ഭാരതി സേവാ കേന്ദ്ര, KBSK. KBSK സ്റ്റാൻഡ്സ് ഫോർ കൃഷക് ഭാരതി സേവാ കേന്ദ്ര. KBSK സ്റ്റാൻഡ്സ് ഫോർ കൃഷക് ഭാരതി സേവാ കേന്ദ്ര. KBSK എന്താണ് KBSK എന്ന് പറയുന്നത്? കൃഷക് ഭാരതി സേവാ കേന്ദ്ര. എന്താണ് KBSK എന്ന് പറഞ്ഞാല് അതൊരു അഗ്രോ സർവീസ് സെന്റർ ആണ്. അതായത് ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വളങ്ങളെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അഗ്രികൾച്ചറിനെ കൃഷിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് ചെയ്യുന്ന ഒരു സെന്റർ ആണ് കൃഷക് ഭാരതി സേവാ കേന്ദ്രം എന്ന് പറയുന്നത്. അഗ്രോ സർവീസ് സെന്റർ ആണ്. എന്താണ് അതിൽ വേറെ സർവീസ് മാത്രമല്ല സെയിൽസും ഉണ്ട്. വളങ്ങളായാലും വിത്തുകളായാലും മറ്റുള്ള ഒരു കർഷകന് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ വിൽപ്പനയ്ക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ എന്തെല്ലാം നിർദ്ദേശങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത് അതെല്ലാം പറഞ്ഞു തരുന്ന ഒരു സെന്റർ ആണ് അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണ് കൃഷക് ഭാരതി സേവാ കേന്ദ്ര. ഇറ്റ് ഈസ് എ ചാനൽ ബേസ്ഡ് ഓൺ അഗ്രോ സർവീസ് സെന്റർ കോൺസെപ്റ്റ് വിത്ത് ട്വിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് ആൻഡ് സർവീസസ്. കൃഷക് ഭാരതി സേവാ കേന്ദ്ര ഈസ് എ ചാനൽ ബേസ്ഡ് ഓൺ അഗ്രോ സർവീസ് സെന്റർ കോൺസെപ്റ്റ് വിത്ത് ട്വിൻ ഒബ്ജക്ട്സ്, രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സെയിൽസ് ആൻഡ് സർവീസ്. അപ്പൊ കൃഷക് ഭാരതി സേവാ കേന്ദ്രയാണ് KBSK എന്ന് പറയുന്നത്. അതെന്താണ്? ഇറ്റ് ഈസ് എ ചാനൽ ബേസ്ഡ് ഓൺ അഗ്രോ സർവീസ് സെന്റർ കോൺസെപ്റ്റ് വിത്ത് ട്വിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് ആൻഡ് സർവീസസ്. ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കാം. ദ ഇയർ ഇൻ വിച്ച് ക്രിപ്കോ ഇനിഷ്യേറ്റഡ് സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം. അതായത് സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം എന്താണ്? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് എന്താണ് വിത്തുകൾ ഇങ്ങനെ ഉത്പാദിപ്പിച്ചിട്ട് കൂടുതൽ വിത്തുകൾ വന്നാലേ നട്ട് നമുക്ക് ട്രീ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പ്ലാന്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം ക്രിപ്കോ ഏത് വർഷമാണ് ആരംഭിച്ചത് അല്ലെങ്കിൽ എപ്പോഴാണ് ആരംഭിച്ചത്? ദ ഇയർ ഇൻ വിച്ച് ക്രിപ്കോ ഇനിഷ്യേറ്റഡ് സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം 1990-91 കാലഘട്ടങ്ങളിലാണ്. 1990-91 കാലഘട്ടങ്ങളിലാണ് സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം ക്രിപ്കോ ആരംഭിച്ചത്. എന്നാൽ സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം ക്രിപ്കോ ആരംഭിച്ചത് 1990-91 കാലഘട്ടങ്ങളിലാണ്.
Seed multiplication program was initiated by CRIPCO during 1991 to provide quality seeds to farmers with the motto either certified seed or no seed. അതായത് കുറെ സീഡുകൾ നമ്മളിങ്ങനെ ഭാവി മുളപ്പിച്ചിട്ട് കാര്യമില്ല. നല്ല നല്ല സീഡ് ഉണ്ടായാലേ നന്നായി അത് മുളയ്ക്കുള്ളൂ. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ മുളച്ചിട്ട് നല്ല വിത്തുകൾ ഉണ്ടാവണം. നല്ല ഫലം ഉണ്ടാകുന്നെങ്കിൽ നല്ല സീഡ് വേണം. നല്ല സീഡ് അല്ലാത്തത് ഭാവി നല്ല ഫലങ്ങൾ കിട്ടില്ല. അപ്പൊ എന്താണ്, നല്ല ഫലങ്ങൾ ഉള്ള സീഡ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ക്രിപ്കോ മുൻകൈയെടുത്ത് 1990-91 കാലഘട്ടത്തില് സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം ആരംഭിച്ചത്. എന്താണ്? സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം. അപ്പൊ സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ എന്താണ് പറയുന്നത് വെച്ചാല് ക്വാളിറ്റി സീഡ്സ് ടു ഫാർമേഴ്സ്, കർഷകർക്ക് നല്ല ഗുണവത്തായ വിത്തുകൾ ലഭിക്കുന്നതിനാണ് സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം ആരംഭിച്ചത്. അത് 1990-91 കാലഘട്ടങ്ങളിലാണ്. മോട്ടോയാണ് പ്രധാനം, ഐദർ സർട്ടിഫൈഡ് സീഡ് ഓർ നോ സീഡ്. ഒന്നുകിൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള സീഡ്, അല്ലെങ്കിൽ സീഡ് വേണ്ട. ഒന്നുകിൽ സർട്ടിഫൈ ചെയ്ത സീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സീഡേ വേണ്ട. വിത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിത്ത് ഉണ്ടെങ്കിൽ ഗുണമുള്ള വിത്തായിരിക്കണം. വെറുതെ വിത്ത് കൊണ്ട് നമ്മൾ പാവണ്ട. നമ്മൾ വിത്ത് പാവി മുളപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് വിത്ത് ആവശ്യമുണ്ടെങ്കിൽ അത് നല്ല വിത്തായിരിക്കണം. നല്ല വിത്ത് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഉള്ള വിത്തായിരിക്കണം. അതാണ് ഐദർ സർട്ടിഫൈഡ് സീഡ് ഓർ നോ സീഡ്. ഇതാണ് സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ മോട്ടോ എന്ന് പറയുന്നത്. സീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ മോട്ടോ എന്താണ്? ഐദർ സർട്ടിഫൈഡ് സീഡ് ഓർ നോ സീഡ്. ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര KKPK, ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര KKPK അല്ലെ, കിട്ടി പോയാ പോയി എന്നാണ് KKPP എന്ന് പറയണ പോലെ. ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര KKPK. ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര. ഞാൻ ഈ ആവർത്തിച്ച് പറഞ്ഞ വേറൊന്നിനല്ല, നമ്മളത് ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര KKPK എന്ന് പറയുമ്പോ കിട്ടി പോയാ പോയി എന്ന് പറഞ്ഞ പോലെ എഴുതി വെക്കാൻ പാടില്ല. ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര എന്ന് തന്നെ എഴുതണം. ഇനോഗ്രേറ്റഡ് ഓൺ 7th September 2005, 2005 സെപ്റ്റംബർ 7-ാം തീയതിയാണ് ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര KKPK ഇനോഗ്രേറ്റ് ചെയ്തത്. ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര ഇനോഗ്രേറ്റ് ചെയ്ത് എന്നാണെന്ന് വെച്ചാൽ 2005 സെപ്റ്റംബർ 7-ാം തീയതിയാണ്. 2005 സെപ്റ്റംബർ 7-ാം തീയതി ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര KKPK എന്തിനു വേണ്ടിയിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അഗ്രികൾച്ചർ ബന്ധപ്പെട്ടിട്ടുള്ള അതിനോട് റിലേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തതാണ് ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അഗ്രികൾച്ചർ റിലേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2005 സെപ്റ്റംബർ 7-ാം തീയതി ക്രിപ്കോ കൃഷി പരമാർശ് കേന്ദ്ര ഇനോഗ്രേറ്റ് ചെയ്തു. ക്രിപ്കോ ഈസ് ഓൺഡ് ബൈ വേരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്രോസ് ഇന്ത്യ. ക്രിപ്കോ ഈസ് ഓൺഡ് ബൈ വേരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്രോസ് ഇന്ത്യ. ക്രിപ്കോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് ക്രിപ്കോ എന്ന് പറയുന്നത്. ക്രിപ്കോ ഇസ് ഓൺഡ് ബൈ വേരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്രോസ് ഇന്ത്യ. അതായത് കുറെ കോപ്പറേറ്റീവ് സൊസൈറ്റികളാലും ആണ്, അതായത് അവരുടെ മെമ്പർമാർ എന്ന് പറയുന്നത് ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ക്രിപ്കോയുടെ മെമ്പർമാർ എന്ന് പറയുന്നത്. അതായത് അവരാണ് അതിന്റെ ശരിക്കും പറയാൻ ഒരു സൊസൈറ്റിയുടെ മുതലാളിമാരാണ്, അതിന്റെ മെമ്പർമാരാണ്. അപ്പൊ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ക്രിപ്കോയുടെ മെമ്പർമാർ, അവരാണ് അതിന്റെ മുതലാളിമാര്. KSFL സ്റ്റാൻഡ്സ് ക്രിപ്കോ ശ്യാം ഫെർട്ടിലൈസർ ലിമിറ്റഡ്. KSFL എന്ന് വെച്ചാല് ക്രിപ്കോ ശ്യാം ഫെർട്ടിലൈസർ ലിമിറ്റഡ്. KSFL സ്റ്റാൻഡ്സ് ക്രിപ്കോ ശ്യാം ഫെർട്ടിലൈസർ ലിമിറ്റഡ്. ക്രിപ്കോ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, ഫോർമർലി നോൺ ആസ് ക്രിപ്കോ ശ്യാം ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ഇപ്പൊ KFL എന്നാണ് പറയാ, ക്രിപ്കോ ഫെർട്ടിലൈസർ ലിമിറ്റഡ് എന്നാണ് പറയാ. അതിന് ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നതാണ് ക്രിപ്കോ ശ്യാം ഫെർട്ടിലൈസർ ലിമിറ്റഡ്, KSFL എന്ന്. മാനുഫാക്ചേഴ്സ് നൈട്രജൻ ഫെർട്ടിലൈസർ വേഴ്സ് യൂറിയ ത്രൂ അവർ ഇന്റഗ്രേറ്റഡ് ഇൻ. അതായത് എന്തൊക്കെയാണ്, നൈട്രജൻ ഫെർട്ടിലൈസർ ഉണ്ട്, യൂറിയ ഉണ്ട്, അതുപോലെ നമ്മുടെ എന്താണ് നീമിന്റെ ഇതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ക്രിപ്കോ ഫെർട്ടിലൈസർ ലിമിറ്റഡിലെ ഉള്ളത്. എന്താണ് അതൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് കേട്ടാ. നൈട്രജൻ ഫെർട്ടിലൈസർ, നൈട്രജന്റെ വളങ്ങള്. നൈട്രജൻ എന്ന് പറയാ ചെടികൾക്ക് വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. അപ്പൊ നൈട്രജൻ ഫെർട്ടിലൈസർ, പിന്നെ യൂറിയ, അതുപോലെ എന്താണ്
നീമിൽ നിന്നുള്ള നമുക്കറിയാം വേപ്പെണ്ണ, വേപ്പിന്റെ കുറെ സാധനങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ കൃഷി ഇതിനൊക്കെ വളരെ നല്ലതെന്ന് കേട്ടില്ല. അതാണ് നീമായിട്ടുള്ള അങ്ങനത്തെ വളങ്ങളൊക്കെയാണ് ക്രിപ്കോ ശ്യാം ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ക്രിപ്കോ ഫെർട്ടിലൈസർ ലിമിറ്റഡിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ക്രിപ്കോ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ലൊക്കേറ്റഡ് അറ്റ് ഗാസിറ, ഗുജറാത്ത്. നേരത്തെ പഠിച്ചു ഗാസിറയിലാണ്. ആൻഡ് ഇറ്റ്സ് ഹോളി ഓൺഡ് സബ്സിഡിയറി ക്രിപ്കോ ഫെർട്ടിലൈസർ ലിമിറ്റഡ്. ക്രിപ്കോ ഫെർട്ടിലൈസർ, അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ KSFL അല്ലെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്ന KFL എന്ന് പറയുന്ന ക്രിപ്കോ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ലൊക്കേറ്റഡ് അറ്റ് ഷഹൻജർപൂർ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഷഹൻജർപൂരിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? KFL സ്ഥിതി ചെയ്യുന്നത്. ക്രിപ്കോ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഷഹൻജർപൂർ, ഉത്തർപ്രദേശ്. ക്രിപ്കോസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ലൊക്കേറ്റഡ് അറ്റ് ഹസിറ, ഗുജറാത്ത് ആൻഡ് ഇറ്റ്സ് ഹോളി ഓൺഡ് സബ്സിഡിയറി ക്രിപ്കോ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് KFL പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ലൊക്കേറ്റഡ് അറ്റ് ഷഹൻജർപൂർ, ഉത്തർപ്രദേശ്. ക്രിപ്കോസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി is located at Hazira, Gujarat and its wholly owned subsidiary Kripko Fertilizers Limited KFL production facility is located at Shahjahanpur, Uttar Pradesh. Power plant of Kripko is at Junjunu, Rajasthan. എന്താണ്? ജുൻജുനു രാജസ്ഥാനിലാണ് ക്രിപ്കോയുടെ പവർ പ്ലാന്റ് ഉള്ളത്. എന്താണ്? ക്രിപ്കോക്ക് പവർ പ്ലാന്റ് ഉണ്ട്. സോളാർ പവർ പ്ലാന്റ് ഉണ്ട്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. ജുൻജുനു. എന്താണ്? ജുൻജുനു കേട്ടാ. ജുൻജുനു. ക്രിപ്കോക്ക് പവർ പ്ലാന്റ് ഉണ്ട്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജുൻജുനുവില്, രാജസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാം. ജുൻജുനു തരണമെങ്കിൽ ജുൻജുനു എന്ന് എഴുതാം. പവർ പ്ലാന്റ് ഓഫ് ക്രിപ്കോ ഈസ് അറ്റ് ജുൻജുനു, രാജസ്ഥാൻ. ഓൺ ഗ്രിഡ് സോളാർ PV പവർ പ്ലാന്റ് ആണുള്ളത്. ദിസ് 80 kWp പവർ പ്ലാന്റ് കിലോവാട്ട് ഇത് പവർ പ്ലാന്റ് PV പവർ സോളാർ ആണ്. സോളാർ പവർ പ്ലാന്റ് consist of 320 modules which have been installed at 3 different locations of its premises. ആവശ്യമില്ലാട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്നിച്ചങ്ങനെ ഇട്ടെന്നുള്ളൂ. The total energy generated from this contributes 6% of the Kripko own energy requirement. അപ്പൊ ഓൺ ഗ്രിഡ് പവർ, ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ജുൻജുനു, രാജസ്ഥാനിലാണ്. ഒമിഫിക്കോ. എന്താണ്? ഒമിഫിക്കോ എന്ന് പറഞ്ഞാല്, ഒമിഫ്കോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ് പഠിച്ചതാണ്. ഇഫ്കോ പഠിച്ചപ്പോ ഒമിഫ്കോ പഠിച്ചതാണ്. അതായത് ഇഫ്കോയും അതുപോലെ തന്നെ ക്രിപ്കോയും ഒമാൻ ഗവൺമെന്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കമ്പനിയാണ് ഒമിഫ്കോ എന്ന് പറയുന്നത്. 25% ക്രിപ്കോയും 25% ഇഫ്കോയും 50% ഒമാനും. അതായത് ഇന്ത്യയിൽ നിന്ന് 50%, ഒമാനിൽ നിന്ന് 50%. അതില് ക്രിപ്കോ 25, ഇഫ്കോ 25 ആൻഡ് ഒമാൻ 50%. അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി, SAOC. എന്താണ്? ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി. ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി has been established by the Republic of India and the Government of Oman. ഇന്ത്യ ഗവൺമെന്റും ഒമാൻ ഗവൺമെന്റും കൂടെ സംയോജിച്ച് തുടങ്ങിയിട്ടുള്ളതാണ് ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി. ജോയിന്റ് വെഞ്ചർ ഓഫ് ഇന്ത്യ ആൻഡ് ഒമാൻ. ക്രിപ്കോ 25%, ഇഫ്കോ 25% ആൻഡ് ഒമാൻ 50%. അപ്പൊ നമ്മള് കഴിഞ്ഞ ഇഫ്കോയിലും പഠിച്ചു, ക്രിപ്കോയിലും പഠിച്ചു. രണ്ടിലും ചോദിക്കാം. ഓപ്ഷൻ അറിഞ്ഞിട്ട് നമ്മൾ ആൻസർ ചെയ്താൽ 25, 25, 50 കേട്ടാ. ഇന്ത്യ 50, ഒമാൻ 50, ക്രിപ്കോ 25, ഇഫ്കോ 25, ഇന്ത്യയുടെ 50. ഓക്കെ. ക്രിപ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, ക്രിൽ എന്ന് പറയും. ക്രിൽ എന്ന് പറഞ്ഞ ക്രിപ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ക്രിപ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് ക്രിൽ. KRIL. ക്രിൽ എന്ന് പറയുന്നതാണ് ക്രിപ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ക്രിപ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 16th April 2009 by Kripco. Kripco Infrastructure Limited was incorporated on 16th April 2009 by Kripco. Kripco ആണ് കൊണ്ടുവന്നത്. എന്താണ്? ക്രിപ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കൊണ്ടുവന്നത്. അതെന്താണ്? എന്നാണ്? 2009 ഏപ്രിൽ 16. KRIL എന്താന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കുക. ക്രിപ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. 2009 ഏപ്രിൽ 16. 2009 ഏപ്രിൽ 16 ക്രിപ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കൊണ്ടുവന്നത്. 2009 ഏപ്രിൽ 16. Started its operations on 10th December 2009 from Hazira, Gujarat. 2009 ഡിസംബർ 10 ഗുജറാത്തിലെ ഗാസ്രിയയിലാണ് ഇത് ആരംഭിച്ചത്. എന്നാണ്
2009 ഏപ്രിൽ 16 അത് കൊണ്ടുവന്നെങ്കിലും അത് എവിടെ ആരംഭിച്ചു അതിന്റെ ഓപ്പറേഷൻസ്? ഹാസിയയിൽ ആരംഭിച്ചത് 2009 ഡിസംബർ 10-നാണ്. 2009 ഡിസംബർ 10-നാണ്. ക്രിൽ എന്നൊക്കെ പറയുമ്പോൾ KRIL ക്രിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ നമ്മുടെ എല്ലാ സാധനങ്ങളും, അതായത് ഇതിന്റെ വളമായിക്കോട്ടെ മറ്റുള്ള ഇതിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ടാണ്, അതായത് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതെങ്ങനെ ലോജിസ്റ്റിക് ഇതായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നറിയാൽ നമ്മളെ ഇന്ത്യയിൽ മുഴുവനും അതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള എല്ലാവിധ ഡൊമസ്റ്റിക് കാർഗോ ആണ് ലോജിസ്റ്റിക് വരുമ്പോ അപ്പൊ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ നാഷണൽ ആയിക്കോട്ടെ എല്ലാ ട്രാൻസ്പോർട്ടേഷനുകളൊക്കെ ചെയ്യുന്ന ക്രിൽ മുഖേനയാണ്. ഇതിന്റെ എല്ലാനും വളങ്ങളായിക്കോട്ടെ മറ്റുള്ള എന്ത് പ്രൊഡക്റ്റുകളാണെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് ക്രിൽ അതായത് ക്രിൽ എന്ന് പറഞ്ഞ സ്ഥാപനം കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ആണ്, അത് ലോജിസ്റ്റിക്, അത് എന്താണ് കാർഗോസ് ആയിട്ട് എന്തിന്റെയൊക്കെയാണ് നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷനുമാണ് ഇത് മുഖേനയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്രിപ്കോയില് ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി അഡീഷണൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ റിവിഷൻ ക്ലാസ്സുകൾ വീഡിയോസ് ഇടുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തോളാം. അപ്പൊ ഇപ്പൊ ഇത് മുഴുവൻ നിങ്ങൾ ഇന്ന് പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കണം, ഓരോ നോട്ട് എഴുതി പഠിക്കുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.